ഹലോ നമസ്കാരം. രഞ്ജിത്ത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നന്നാവാത്തത്? കുറേ കാലങ്ങളായി, ഒരുപക്ഷെ ഒരു വലിയ സിംഹഭാഗത്തോളം ഇന്ത്യയെ പൂർണ്ണമായി ഭരിച്ച കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ വലിയ പരുങ്ങലിലാണ്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തുച്ഛമായ സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് പാർട്ടി ഇത്തവണയും വളരെയധികം വിയർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? കോൺഗ്രസിനെന്നല്ല, ഏതു പാർട്ടിക്കും സംഭവിക്കാവുന്നത് തന്നെ കോൺഗ്രസിനും സംഭവിച്ചിട്ടുള്ളൂ. കാരണം പാർട്ടികൾ മാനേജ് ചെയ്യുന്നതും ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നതും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. കാരണം പാർട്ടി എന്ന് പറയുന്നതും ഒരു ഓർഗനൈസേഷനാണ്. ഒരു ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള വിഷനും മിഷനും ഒക്കെ ആവശ്യമാണ്. ഇതാണ് പലപ്പോഴും പാർട്ടിയുടെ ഫിലോസഫി എന്ന് പറയുന്നത്, പലപ്പോഴും ഒബ്ജക്റ്റീവായിട്ട് അവരെടുത്ത് കാണിക്കുന്നത്. എല്ലാ പാർട്ടികൾക്കും അത്തരത്തിലൊരു ഫിലോസഫിയും ഒബ്ജക്റ്റീവും ഒക്കെ ഉണ്ട്. പണ്ട് കാലത്തെല്ലാം ഇത്തരം ഫിലോസഫിയുടെ പിന്നിലായിരുന്നു ആളുകളെല്ലാം ആ പാർട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആശയങ്ങളുടെ പേരിലായിരുന്നു പാർട്ടിയുടെ ഒപ്പം അണികൾ ഉണ്ടായിരുന്നത്. പിന്നീട് അതൊക്കെ പതിയെ പതിയെ ഇല്ലാതായി. എങ്കിൽ പോലും കോൺഗ്രസ് എന്ത് ഫിലോസഫി പിന്തുടരുന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കും പാർട്ടിക്കും അണികൾക്കുമൊക്കെ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള കൺഫ്യൂഷനുകളുണ്ടായി. കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഫിലോസഫിയല്ല പിന്നീട് പല ആളുകളും കൊണ്ടു നടന്നത്. പാർട്ടിയെ കൊണ്ടു നടക്കുന്ന ലീഡർക്ക് ആ ഫിലോസഫി കൃത്യമായി അറിയുകയും കൂടെയുള്ള ആളുകളിലേക്ക് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള തത്വം തന്നെ പലപ്പോഴും പാർട്ടി മറന്നുപോയി എന്നുള്ളതാണ് സത്യം. പിന്നീട് ഒരു ഓർഗനൈസേഷൻ്റെ ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ട ശക്തമായ ഒരു ടീം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ടീമിന് ഒരു കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാവുകയും വേണം. പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എത്ര സെക്രട്ടറിമാരുണ്ടെന്നോ എത്ര ജനറൽ സെക്രട്ടറിമാരുണ്ടെന്നോ കൃത്യമായി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. KPCC ഒരു ഫംഗ്ഷൻ നടത്തിയാൽ പലപ്പോഴും സ്റ്റേജിൽ കൂടുതൽ ആളുകളും താഴെ അതിനേക്കാൾ കുറച്ച് ആളുകളും എന്നുള്ള ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നേതാക്കന്മാർ മാത്രമുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. അതിന് കാരണം കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ കൊണ്ടുവരാത്തതാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ കൃത്യമാകണമെങ്കിൽ പോളിസികൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുകയും വേണം. പോളിസികൾ സ്ട്രിക്റ്റായി ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ലീഡർ വളരെ അസർട്ടീവായിട്ടുള്ള വളരെ കാലിബറുള്ള ഒരാളാവുകയും വേണം. അപ്പോൾ വളരെ കാലിബറുള്ള ഒരു ലീഡറുടെ കീഴിൽ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറുകളും പോളിസികളും വെച്ചുകൊണ്ട് ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ അതിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അവിടെയെല്ലാം തെറ്റുകൾ പറ്റുകയായിരുന്നു. ഹൈക്കമാൻഡ് മുതൽ താഴേക്ക് ഓരോ സ്റ്റേറ്റ് കമ്മിറ്റികൾ എടുത്തു നോക്കിയാൽ എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റികളിലും ഈ പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്ക് കാണാം. ബംഗാളിൽ കോൺഗ്രസിന് സംഭവിച്ചതും അതുതന്നെയാണ്. ബംഗാളിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി കാണാതെ പോയപ്പോൾ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുണ്ടായ മമതാ ബാനർജി എന്ന് പറയുന്ന സ്ട്രോങ് ആയ ലീഡർ അവരുടേതായിട്ടുള്ള നേതൃത്വത്തിൽ അവരുടെ കാഴ്ചപ്പാടോടുകൂടി അവരുടെ ഫ്രീഡവും സ്പേസും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ഒരു പാർട്ടി കെട്ടിപ്പടുത്തു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിനുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റി കേന്ദ്ര നേതൃത്വം കാണാതെ പോയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ലീഡർക്ക് തൻ്റേതായിട്ടുള്ള സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഒരു പാർട്ടി കെട്ടിപ്പടുക്കാമെന്നുള്ള ആശയമുണ്ടായത്. അവരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് നേടാമായിരുന്ന മുഴുവൻ സീറ്റുകളുമാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും മമതാ ബാനർജി എന്ന ലീഡറും കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന YSR കോൺഗ്രസിൻ്റെ ഫൗണ്ടർ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ നിര്യാണത്തിന് ശേഷം ഒരു വലിയ യാത്ര നടത്തുകയും ആ യാത്രയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കുകയും കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് തൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉപയോഗിച്ച് പവർ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ഒരു പാർട്ടി കെട്ടിപ്പടുക്കുകയുമായിരുന്നു ജഗ്മോഹൻ. അങ്ങനെയാണ് YSR കോൺഗ്രസ് എന്ന മറ്റൊരു പാർട്ടി ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആന്ധ്രയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചത് കോൺഗ്രസിനുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റി കോൺഗ്രസിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് മാത്രം, തങ്ങളുടെ അണികളെ ചേർത്ത് നിർത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം, കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും പോളിസികളും ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്നും തെറ്റിപ്പിരിഞ്ഞ നേതാക്കന്മാർ പുതിയ പാർട്ടികൾ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. പലപ്പോഴും കോൺഗ്രസ് ചീഞ്ഞതാണ് YSR കോൺഗ്രസിനും മമതാ ബാനർജിക്കും ഒക്കെ വളമായത് എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ പണ്ട് ശ്രീ K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോഴും ആക്ച്വലി ഇത് തന്നെയായിരുന്നു സ്ഥിതി. കോൺഗ്രസ് ഒരുപക്ഷെ ആ സമയത്ത് ഇല്ലാതാകുമായിരുന്നു. ശ്രീ K കരുണാകരൻ വളരെ ശക്തമായി DIC എന്ന പാർട്ടിയും കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ. എങ്കിലും ആ സമയത്ത് ശ്രീ K കരുണാകരന് അത്രയും സ്ട്രോങ് ആയി DICയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ കേരളത്തിലും ഇതു തന്നെയാകുമായിരുന്നു സ്ഥിതി. കോൺഗ്രസ് ഇല്ലാതെ DIC മാത്രമായി മാറുമായിരുന്നു കേരളത്തിലും. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
എവിടെയാണ് പാർട്ടിക്ക് തെറ്റുപറ്റുന്നത്? ഒരു സംശയം വേണ്ട. കൃത്യമായ ലീഡർഷിപ്പ് ഒരുക്കുന്നതിലും കൃത്യമായ ഫിലോസഫികൾ ആളുകളുമായി പങ്കുവയ്ക്കുന്നതിലും കൃത്യമായ പോളിസികൾ ഒരുക്കുന്നതിലും ഒപ്പം തന്നെ കൃത്യമായ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലും പാർട്ടിക്ക് അതിശക്തമായ വീഴ്ചകൾ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. വാളെടുത്തവൻ എല്ലാം വെളിച്ചപ്പാട് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമ്പോഴേക്കും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നുള്ള തെറ്റായ ഒരു സന്ദേശവും പാർട്ടി അണികളിലേക്കും ചുറ്റുപാടുമുള്ള ആളുകളിലേക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ പിൻവാതിലിലൂടെ കയറി വരുന്നവർ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ ഏറ്റവും മുകളിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ സ്കില്ലുള്ള, ടാലൻ്റുള്ള, എഡ്യൂക്കേഷനുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ, നർച്ചർ ചെയ്യുന്ന കാര്യത്തിൽ, പോഷക സംഘടനകളെ സ്ട്രോങ് ആക്കുന്ന കാര്യത്തിൽ ഒക്കെ പാർട്ടി കുറച്ച് പിന്നിലാണ് താനും. ഒപ്പം തന്നെ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും കൃത്യമായി ഒരു ഹൈറാർക്കി പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെ, കൃത്യമായ ഇൻസ്ട്രക്ഷനുകളിലൂടെ, കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് റിവ്യൂ സിസ്റ്റത്തിലൂടെ പാർട്ടിയെ ഒരേപോലെ ഒറ്റ വിചാരത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിലുമൊക്കെ പാർട്ടി വളരെ പിന്നിലാണ്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേഡർ പാർട്ടികൾ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും ഒക്കെ കുറച്ചുകൂടി ശക്തമായി തഴച്ചു വളരുന്നത്. കാരണം അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേണുകളുണ്ട്, ഒരു കൃത്യമായ മെഷീനറി പോലെ അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. എപ്പോഴാണോ ഒരു മെഷീനറി പോലെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്, അപ്പോൾ മാത്രമാണ് എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് സാധ്യമാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് റീ എൻജിനീയറിങ്ങിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ലെങ്കിൽ വരുന്ന ജനറേഷന് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വാക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.